ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഞാനിതാ രാവിലെ തന്നെ കിച്ചണിലാണ് ഇന്ന് ഡ്യൂട്ടി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ സ്റ്റാർട്ട് ചെയ്യാണ്. വെള്ളം ചൂടാക്കാൻ വെച്ചുകൊണ്ടാണ് കിച്ചൺ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നലെ രാത്രി ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇന്ന് രാവിലെ എന്തുണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റിന് എന്നുള്ളത്. അപ്പോൾ നോക്കിയപ്പോൾ മൈദപ്പൊടി ഉണ്ട്, ആട്ടപ്പൊടി ഉണ്ട്. അപ്പോൾ അധികം സമയമില്ല ചിന്തിച്ച് നിൽക്കാൻ, ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ പിന്നെ ഏലാഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കിയെടുത്ത്, അതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ മൈദ കലക്കിയിട്ട് പത്തിരി ചുടാൻ റെഡിയായി. അങ്ങനെ പത്തിരിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏലാഞ്ചിയിലേക്കും ഉച്ചക്കത്തെ കറിയിലേക്കും ഞാനൊരു തേങ്ങ പൊളിച്ചിരുന്നു. അതിൽ നിന്ന് കിട്ടിയ തേങ്ങാവെള്ളമാണ്. അപ്പോൾ ഫസ്റ്റ് രാവിലെ തന്നെ തേങ്ങാവെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. പിന്നെ അവിടെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചോറിനുള്ള അരി അടുപ്പത്തിടാൻ വേണ്ടി നോക്കി. കാരണം ഇന്ന് സ്കൂളിലേക്ക് കുട്ടികൾക്ക് ചോറ് കൊടുത്തേക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ചോറ് അവിടെ അടുപ്പത്ത് വെച്ചിട്ട് വേഗം തന്നെ ഏലാഞ്ചിയിലേക്കും കറിയിലേക്കും ഒക്കെ ഉള്ള തേങ്ങ ഒരുമിച്ച് തന്നെ ചിരണ്ടാണ്. അങ്ങനെ തേങ്ങ ചിരണ്ടി കറിയിലേക്കുള്ളത് അടിച്ച് വെച്ച് പത്തിരി ഇതാ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പയർ ഞാൻ ഇന്നലെ രാത്രി അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ. ഉച്ചക്കത്തെ ചോറിലേക്കുള്ള ചോറ് ഇതാ അടുപ്പത്തുണ്ട്. അപ്പോൾ എനിക്ക് മറ്റുള്ളൊന്നും ഇങ്ങനെ രാവിലത്തെ ചായ കുടിക്കാത്ത ഒരു ഇതിങ്ങനെ വന്നപ്പോൾ വിചാരിച്ച് ഒരു കട്ടൻ ഉണ്ടാക്കി കുടിക്കാമെന്ന്. അപ്പോൾ ഒരു വിത്തൗട്ട് ഷുഗർ സുലൈമാനി കുടിക്കാമെന്ന് വിചാരിക്കുകയാണ്. കട്ടൻ ആകുമ്പോൾ മധുരമില്ലാതെയും കുടിക്കുക. പാൽ ചായ പക്ഷേ എനിക്ക് മധുരമില്ലാതെ എനിക്ക് ശരിയാവില്ല. അങ്ങനെ ഇതാ ഈ ഒരു നുറുക്കാണുള്ളത്, ഇന്നലെ വാങ്ങിയതാണ്. അപ്പോൾ അത് ബോട്ടിലാക്കിയിട്ടില്ലേനു. അങ്ങനെ അതും കൂട്ടിയിട്ടാണ് ഞാൻ ചായ കുടിച്ചത്. രാവിലെ ഇരുന്ന് കുടിക്കാനുള്ള ടൈമൊന്നും ഇല്ല കേട്ടോ. പണീൻ്റെ ഇടയിൽ ഇങ്ങനെ പണിയെടുക്കുന്നതുകൊണ്ട് ചായ കുടിക്കുന്നതുകൊണ്ട് അങ്ങനെയാണ്. അല്ലെങ്കിൽ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ സമാധാനത്തിലിരുന്നിട്ട് രാവിലത്തെ കാലിയൊക്കെ കുടിച്ചിട്ട് പിന്നെ പണി നോക്കുള്ളൂ. ഇന്നിപ്പോൾ സ്കൂളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അതാ പത്തിരി ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ട് റോൾ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ രാവിലെ കഴിക്കാൻ ഇത് മതി. ഒന്നോ രണ്ടോ കഴിച്ചിട്ട് വേഗം തന്നെ ചായ അടിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇന്നൊരു തട്ടിക്കൂട്ടാണ്. പിന്നെ ചോറും കറിയെല്ലാം ആയിട്ടുണ്ടല്ലോ, വിശക്കുന്നവർക്ക് വേണമെങ്കിൽ അതും കഴിക്കാം. അങ്ങനെ കുട്ടികൾക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് അവരൊക്കെ ഓരോരുത്തരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വേഗം തന്നെ അവർക്കുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കുകയാണ്. അപ്പോൾ സിയക്കും അജുനും ചോറാണ് കൊടുത്തയക്കുന്നത്. സിയക്ക് ഇതാ ഓംലേറ്റും പപ്പടവും ഉപ്പേരിയും കറിയും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അജുവിന് ഓംലേറ്റ് ഇഷ്ടമല്ല. അപ്പോൾ അവന് ഉപ്പേരിയും പപ്പടവും കറിയും മാത്രമാണ് കൊടുക്കുന്നത്. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചോളും. സിയക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ മീൽസൊക്കെ. ചോറ്, പപ്പടം, ഉപ്പേരി, ഓംലേറ്റൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. അവൾ അങ്ങനെയൊക്കെ കൂട്ടി കഴിക്കും. പക്ഷെ അജുവിൻ്റെ കാര്യമാണ്, അവന് ഇഷ്ടമല്ല, എന്നാലും എന്നെ പേടിച്ചിട്ട് കഴിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ അവരൊക്കെ പറഞ്ഞയച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ റൂമിൽ വന്ന് നോക്കിയപ്പോൾ റൂം ആകെ മെസ്സിയൊക്കെ കിടക്കുകയായിരുന്നു. അങ്ങനെ ബെഡൊക്കെ ഒന്ന് മേക്ക് ചെയ്തിട്ട് വേഗം തന്നെ കിച്ചണിലേക്ക് വന്ന്. കിച്ചൺ അതിനേക്കാളേറെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിൻ്റെ പണി എല്ലാം കഴിഞ്ഞല്ലോ. ഞാൻ പാത്രം കഴുകാനും ക്ലീൻ ആക്കാനൊന്നും നിന്നിട്ടില്ല. കാരണം അതിൻ്റെ ഇടയിൽ കുട്ടികളെ പറഞ്ഞയക്കലും അവരെ മുടി വാർന്നു കൊടുക്കലും ലഞ്ച് ബോക്സ് തയ്യാറാക്കലും അങ്ങനെയൊക്കെ ഓരോ തിരക്കല്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി, ലഞ്ചിൻ്റെ പണി, അതിൻ്റെ ഇടയിൽ പാത്രം കഴുകുക, റാക്കിൽ തുടയ്ക്കുക, അതൊന്നും നടക്കുന്ന കാര്യമില്ല. അത് നടക്കുന്നവരുണ്ടാവും, എനിക്കത് നടക്കില്ല. അപ്പം ഞാനത് പാത്രം കഴുകലെല്ലാം അവിടെ വെച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ വേഗമാക്കി. ലാസ്റ്റ് ഇതാ അധികം ടൈമൊന്നും ആയിട്ടില്ല, കുട്ടികളൊക്കെ സ്കൂൾ പറഞ്ഞയച്ച ടൈമേ ആയിട്ടുള്ളൂ. അപ്പം തന്നെ വേഗം പാത്രമെല്ലാം കഴുകി വെച്ച് റാക്കൊക്കെ ഒന്ന് തുടയ്ക്കുകയാണ്. പിന്നെ രാവിലെ ഞാൻ കുറച്ച് അരി ഇട്ടിട്ടുള്ളതിനും, അപ്പോൾ കുട്ടികളൊക്കെ ലഞ്ചൊക്കെ കൊണ്ടുപോയപ്പം കുറച്ച് ചോറ് കുറവായിട്ട് തോന്നി. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഞാൻ പിന്നെ രണ്ടാമതും ഒരു ഇത്തിരിയും കൂടെ ചോറ് അടുപ്പത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഗ്യാസ് ഞാൻ ഗ്യാസ് അടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാത്തത്. അങ്ങനെ ഞാൻ വേഗം തന്നെ റാക്കൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ്. പിന്നെ തേങ്ങ രാവിലെ ഞാൻ ചിരണ്ടി വെച്ചതിൽ കുറേ തന്നെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്.
അപ്പോൾ നമ്മൾ സാധാരണ പച്ചമുളക്, കുറച്ച് പുളി, ഒരു കഷ്ണം ചെറിയ ഇഞ്ചി, 2 ചെറിയ അല്ലി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി അടിച്ച് അതും സെറ്റാക്കി അങ്ങനെ രാവിലത്തെ കിച്ചൺ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നല്ലവണ്ണം കഴിച്ചിട്ടില്ലേനു. അപ്പോൾ അതാ ഈ ഒരു മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരമൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഇതന്നെ നല്ല സ്വീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അതും കഴിച്ച് അപ്പം തന്നെ വയറ് ഫില്ലായിട്ടോ. നമ്മൾ പത്തിരിയും കറിയൊക്കെ കഴിക്കുന്നതിനേക്കാളും ഇത് കഴിക്കുമ്പോൾ എനിക്ക് ഒന്നുകൂടി വയറ് ഫുള്ളാവുന്നത് പോലെ തോന്നി. പക്ഷേ എനിക്കത് പിന്നെയും കഴിക്കാൻ തോന്നില്ല കേട്ടോ, അതൊരു കാര്യമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് യോഗട്ട് ഇത് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തപ്പോൾ വിചാരിച്ചിട്ട് ഒറ്റൊന്നേ വാങ്ങിയിട്ടുള്ളായിരുന്നു. തൈര് തന്നെ, നമ്മുടെ യോഗട്ട് എന്ന് പറഞ്ഞാൽ തൈരാണല്ലോ, എത്ര മധുരമൊക്കെ ഇട്ടാലും തൈരിൻ്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനങ്ങനെ കുറച്ചൊക്കെ കഴിച്ച് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.